പറയടാ, നീ എന്താ പറഞ്ഞിട്ടുള്ളത്? വിഷമം പറയരുത്. ഇപ്പൊ അണ്ണനോട് സ്നേഹമൊന്നുമില്ല, അണ്ണന് അന്ന് വന്നതിന് ശേഷം മൈൻഡൊന്നുമില്ല എന്നൊക്കെ പറയുന്ന. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇവൾ എന്തിന്റെ ആവശ്യത്തിനാണ് ജോക്കിയുടെ മറ്റേ PA ഒക്കെ ആവാൻ നടന്നത്? അതല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ. ഞാൻ വന്ന് രണ്ടൊക്കെ പറഞ്ഞാലും ഇവിടെ നീ എവിടെ നിൽക്കണം? മുതുക്കിന്റെ 7016 ബീച്ചിന്റെ ലൊക്കേഷൻ അയച്ചു തരാം. മുതുക്കിന്ന് അവളെ പൊക്കിയെടുത്തിട്ടെ, മുതുക്കിന്റെ ലെഫ്റ്റിലോട്ടുള്ള ബീച്ചിന്റെ അങ്ങേ അറ്റം ഇല്ലേ, പാലത്തിന്റെ അവിടെ. അവിടെ ഇന്ന് രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടേ ഉള്ളേ. ഒരു പെണ്ണിന്റെ കരച്ചിൽ നിന്ന് നിങ്ങൾ കാണേണ്ടി വരും. എക്സ്ക്യൂസ് മീ. ഹലോ മറിഞ്ഞു വന്നല്ലോ. ഹലോ. ഹലോ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞോ. ഒരു മിനിറ്റ്, ജോക്കി വിളിക്കുന്നു. എനിക്ക് ഇമ്പോർട്ടന്റ് അതാണ്. ഒരു സെക്കൻഡ്. ഹലോ. പറഞ്ഞോ. എനിക്കെന്തൊരു ദേഷ്യം? കുട്ടിയല്ലേ ഇവിടെ ജോലിക്ക് ഒക്കെ വേണ്ടിട്ട് എല്ലായിടത്തും പോയത്. ജോക്കിയൊക്കെ എടുത്ത് മുമ്പില് എന്നെ ഒരുമാതിരി നാണം കെടുത്തിയത് ആരാണ്? കുഞ്ഞാനാണോ? ജോക്കി അങ്ങോട്ട് വിളിച്ച് ചോദിച്ചല്ലേ, അല്ലാതെ നീ പട്ടറിയാന്ന് പറഞ്ഞോണ്ടല്ലേ. പകല് മൊത്തം ലിപ്സ്റ്റിക് വീട്ട് നടന്നിട്ട് വൈകുന്നേരം ആവുമ്പോ കപ്പലണ്ടി കച്ചവടം വരെ പറഞ്ഞിട്ടല്ലേ അങ്ങനെ നിന്നെ വിളിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഇതായി പോട്ടെ എന്ന് വിചാരിച്ചാണ് വിളിച്ചത്. അല്ലാതെ പുള്ളി അങ്ങനെ ഒരാളെ PA ആക്കത്തില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ. PA ആക്കൂലായിരുന്നോ? ഞാൻ പറഞ്ഞത് എന്തായാലും ആക്കിയേനെ. ഞാൻ പക്ഷെ ഇനി പറയത്തില്ല, ഒരിക്കലും ഇനി ഞാൻ പറയത്തില്ല. എനിക്ക് PA ഒന്നും വേണ്ട. എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാൻ അറിയാം. പിന്നെ എന്താ വേണ്ടത്? അതൊക്കെ ആദ്യമേ പറഞ്ഞാ പോരെ. എന്ത് വളച്ചു കെട്ടണ എന്തിന്? കേൾക്കുമ്പോ ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. എനിക്ക് ജീവിക്കേണ്ടതല്ലേ ഇവിടെ. ഇതിപ്പോ എവിടെ പോയാലും എല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെ, മോബി നീ ഇത് കേക്കണം കേട്ടാ മോബി. ഇപ്പൊ എനിക്ക് വേറൊരു പെങ്കൊച്ചിനോട് മിണ്ടാൻ പറ്റത്തില്ല, ഒരു ബിസിനസ് ഡീല് സംസാരിക്കാൻ പറ്റത്തില്ല. മിസ്റ്റർ എക്സിൽ ഒരു മിസ്റ്റർ എക്സ് അതാര്? ഹലോ. കേക്കാം മീറ്റിംഗ് നമുക്കൊരു ബിസിനസ് ഡീലായിട്ട് ഞാനൊരു പെണ്ണിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്നെ കാണുമ്പോഴത്തേന് ഇങ്ങനെ തൊലിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, എന്തു പറ്റി? ഞാൻ ഓർത്ത് നോർമലി ചിരിക്കണതാണോ? അല്ല, റിലേഷൻഷിപ്പിലൊക്കെ ആയല്ലേ. അപ്പോഴെല്ലാണോ ഇത് തന്നെയാണ് കേട്ടോ, എല്ലാണോ ഇത് തന്നെ. എന്നാ നമുക്ക് ഇത് കേൾക്കുന്നോണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നാ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ റിലേഷൻഷിപ്പിലാണെന്നുള്ള പേര് നാട് മൊത്തം. ജീവിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ? ഇല്ല. മറ്റുള്ളവരാണ് ഒഴിവാക്കേണ്ടത്, അവളാണ് വിഷം. പിന്നെ ഹലോ. ഹലോ. എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പല കോളുകളും വരും. ഇതൊക്കെ എന്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും കോളുകളും ഒക്കെയാണ്. എനിക്ക് അതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായ? ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ ജോക്കി വിളിക്കും, എനിക്കപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും. ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ എന്റെ ബോബോയ് വിളിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞ? ആരോടാ?
ബോബിനോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ജോക്കി വിളിക്കുന്നു, ഒരു മിനിറ്റ് കുറച്ച് നേരം. ആ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ജോക്കിയാണ്. ആ ജോക്കി വീണ്ടും കോൾ വിളിച്ചതാണ്. എനിക്ക് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. കുട്ടി എന്റെ ജീവിതം ഇങ്ങനെയാണ്, മനസ്സിലായ? ഞാൻ ഇങ്ങനെയാണ് പണ്ട് തൊട്ട് ജീവിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്ത് എന്റെ കൂടെ ജീവിക്കാൻ ഒരാൾക്കും പറ്റത്തില്ലായിരുന്നു, മനസ്സിലായി? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഇവന്മാരെയൊക്കെ ഇങ്ങനെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഞാൻ ബിസി ആൻഡ് എൻഗേജഡ് ആണ്. എനിക്ക് എന്റെ ഗ്യാങ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, എന്റെ ബിസിനസ് ആണ് എന്റെ സെക്കൻഡ് പ്രയോറിറ്റി, അതിന്റെ എല്ലാം മുകളിൽ എനിക്ക് ജോക്കിയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതെ ഓക്കേ ഉണ്ടോ? ആ അതിന്റെ ഒന്നുണ്ട് കണ്ണന്. അതെ. അത് കഴിയുമ്പോ ഈ ഫ്രണ്ട് ഇവിടെ വീട്ട് വരും. ഏത് ഫ്രണ്ട്? അല്ല ഉണ്ടോ? ഏത് ഫ്രണ്ട്? അപ്പൊ ഞാൻ ഫ്രണ്ട് ഇല്ല. ഓ അങ്ങനെ. ആ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ജോക്കി അല്ല, ആദ്യം ജീവി, അത് കഴിഞ്ഞ ജോക്കി, അത് കഴിഞ്ഞ എന്റെ പിള്ളേര്, അത് ബിസിനസ്, അത് എന്റെ ബിസിനസ്. അത് കഴിഞ്ഞ എനിക്ക് എന്റെ മീനുകുട്ടിയാണ് വലുത്. അതെ അതും കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ. അതെ അതെ അതെ. വിലയൊന്നുമില്ല. ആരോട് ഫ്രണ്ട്? ഓ, ചേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, എന്താ കേട്ടല്ല? ഒന്നുമില്ല. ഞാനൊരു ഗദ്ഗതം പറഞ്ഞു. ആ ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും പറയുന്ന സമയത്തുണ്ടല്ലോ, മറ്റേ കാലൊക്കെ ഇട്ട് വരച്ച് ചീണിങ്, അത് പിന്നെ എനിക്കത് കേൾക്കുമ്പോഴേ ചെകുത്തുകൾ വരും. എന്തേലും ഉണ്ടെങ്കിൽ നേരെ നോക്കി പറയണം. അത് അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് ഇഷ്ടം, മനസ്സിലായ? മുഖത്തൊരു പറയണല്ലേ? അതെ, എനിക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ഇഷ്ടം. അല്ലാതെ ഈ പറയണത് പോലെ ഇങ്ങനെ വളഞ്ഞ് മൂക്കെ പിടിച്ച് ഇങ്ങനെ എഴയണ ആൾക്കാരെ ഒന്നും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ താല്പര്യമില്ല. വണ്ടി റെഡി അല്ലേ? ചെറുതാ. ആ അങ്ങനല്ല, ഞാൻ മൊത്തത്തിൽ എല്ലാരും ഉദ്ദേശിച്ചാ പറഞ്ഞ. ഞാൻ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാറുള്ളൂ, ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഇടപഴകാറുള്ളൂ. അങ്ങനെയാണ് എല്ലായിടത്തും. ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം. എടാ ബസ് പോയി ചോറ് കഴിച്ചോളാ. ഇല്ല കണ്ടോ, സ്ട്രേറ്റ് ഫോർവേഡ് മറുപടി. ഞാൻ ഫുഡ് കഴിച്ചടാ. എന്നോട് ചോദിച്ചിട്ടില്ല. അല്ല നീ ഇങ്ങോട്ട് വന്നേടാ. പറഞ്ഞല്ലോ നമ്മള് മറ്റവള അതിന്റെ ഇടയ്ക്ക് കൂടെ ഗോൾ അടിക്കണ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എനിക്ക് അവളെ ഒട്ടും അവളെ എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കണല്ല. എനിക്ക് തല്ലമ്പാ. നീ ആ പെണ്ണിനെ നമ്മളെങ്ങനെങ്കിലും ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേ ഹലോ ബ്രഹ്മചാരി എടാ അതിനെ കൊന്നു. ഞാനല്ല കോച്ചാണ്. കോച്ച് നിങ്ങൾക്ക് എന്താ കോച്ച്?